ഇന്നൊരു വെറൈറ്റി ചെമ്മീൻ റോസ്റ്റ് ആയാലോ? നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ ചെമ്മീൻ കാണുന്നതും ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുന്നതെന്ന് തന്നെ പറയാം. ചെമ്മീൻ മാത്രമല്ല, കരിമീനാണെങ്കിലും ഒക്കെ ഇവിടെ വന്നേ പിന്നെയാണ് കേട്ടോ നല്ല ഫ്രഷ് ഐറ്റം കാണാൻ തുടങ്ങിയത്. അപ്പോൾ ചെമ്മീൻ തേ നമ്മളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നടുഭാഗത്തുള്ളതും വയനാടുള്ള നാര് വലിച്ച് കളയണം, അതിലാണ് അഴുക്കുണ്ടാവുന്നതെന്ന് കേട്ടോ. അതിനുശേഷം നമ്മളിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു കഷ്ണം കുടംപുളി ഇട്ടിട്ട് വേവിക്കാൻ എടുക്കും. ചെമ്മീന് നല്ല വേവുണ്ട്. വേവ് പാകാവാണ്ട് കഴിക്കുമ്പോഴൊക്കെയാണ് വയറുവേദനയൊക്കെ വരുന്നത്. അപ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ അതെടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലയിലേക്ക് ഇട്ടിട്ട് തിരുമ്മി ഒരു 2 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കേട്ടോ റോസ്റ്റ് ചെയ്യാൻ എടുക്കുക. മസാലയ്ക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അല്പം കോൺഫ്ലവറും കൂടി ചേർക്കും കേട്ടോ. നമുക്ക് ആ ഒരു റോസ്റ്റിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചു. അത് നമ്മൾ കുക്കറിൽ വെക്കുമ്പോഴേക്കും തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്കത് റെഡിയാക്കി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വിസിലടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് എടുത്തിട്ടു. അപ്പോഴേക്കും നമ്മുടെ ഇനി വറക്കാനുള്ള സംഭവം വെക്കാം. വറക്കാൻ പാൻ ചൂടായിട്ടുണ്ടായിരുന്നു. ചൂടായ പാനിലേക്ക് ചെമ്മീനെ നമ്മൾ ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് വെക്കുക ചെയ്യുക. തിരിച്ച് മറിച്ച് വിട്ട് 2 വശവും റോസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യാൻ നിൽക്കുന്നത്. ചെമ്മീനിന് എപ്പോഴും നല്ല വേവോട് കൂടി എടുത്താലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കുക്കറിൽ അടിച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇല്ലെങ്കിൽ സമയവും താമസവുമാണ്, പിന്നെ കറക്റ്റ് അങ്ങ് വേവ് റെഡിയാവുകയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ തയ്യാറാക്കുമ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരു വിസിൽ, കുക്കറിന് നല്ല ഫ്രഷ് കുക്കറാണെങ്കിൽ ഒരു വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ വറക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതേ ഒരു വശം റെഡിയായി വന്നപ്പോഴേക്കും തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്തു കേട്ടോ. ചെറിയുള്ളിയാണ് എപ്പോഴും എടുക്കേണ്ടത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളി എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വേറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് ആക്കണമായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള സമയത്തായിരുന്നു കിട്ടിയത്, അതുകൊണ്ട് തന്നെ വേഗം റെഡിയാക്കുക ചെയ്തത്. ഒരു വശം റെഡിയായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ സവാള ചെറിയുള്ളി ഇടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വശം അതുപോലെ തന്നെ മൊരിഞ്ഞ് വരികയും ചെയ്യും. ആ ഒപ്പം ഉള്ളി വാടി കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഒപ്പം തന്നെ സവാള ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അതുപോലെ തന്നെ തക്കാളിയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. തക്കാളി ചേർക്കാത്തതുകൊണ്ട് ഒരു 1/2 സ്പൂണ് തക്കാളി സോസും കൂടി ചേർത്തത് ഓപ്ഷനിലാണേ. 2 വശം ഏകദേശം ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി മസാലയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വെച്ചില്ലേ ആ ഗ്രേവി, അതായത് നമ്മുടെ ആ ഒരു സോക്ക് ചെയ്ത വെള്ളം കൂടി ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ ആ ഫ്ലേവർ നല്ലതുപോലെ കിട്ടുകയും ചെയ്യും. സോക്കിലേക്ക് ഓൾറെഡി എല്ലാം അതിൻ്റെ സത്ത് മുഴുവൻ അതിലേക്കായിരിക്കുമല്ലോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും കേട്ടോ. സോക്ക് ചെയ്ത് എന്ത് ചേർത്താലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കതിനൊരു ചെറിയൊരു ഗ്രേവിയും കിട്ടും. ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് ഈ ഒരു അവസരത്തിൽ തന്നെ ഓഫാക്കാം. എനിക്ക് ഇച്ചിരിയും കൂടെ ഡ്രൈ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഒന്നും കൂടെ ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.